നമസ്കാരം. കറിവേപ്പില ശരിയായ ദിശയിൽ നടുന്നത് ചെടിയുടെ ആരോഗ്യത്തിന് മാത്രമല്ല കുടുംബത്തിന്റെ സമൃദ്ധിക്കും ഇടയാകും എന്നാണ് വിശ്വാസം. വാസ്തുശാസ്ത്ര പ്രകാരം പരാമർശിക്കപ്പെടുന്നത് അപ്രകാരമാണ്. ശരിയായ ദിശയിൽ നട്ടില്ല എങ്കിൽ അത് വീടിനും ദോഷം ചെയ്യും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വീട്ടിൽ കറിവേപ്പില നടുന്നതിന് ഏറ്റവും അനുയോജ്യമായത് വീടിന്റെ പടിഞ്ഞാറ് ദിശയാണ്. എന്നാൽ അതിർത്തി തിരിച്ച് മാത്രം വളർത്തുക എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ശരിയായ ദിശയിൽ നട്ടില്ല എങ്കിൽ വീട്ടിൽ നെഗറ്റീവായ ഊർജം കടന്നു വരാനും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും അത് ഇടയാകും സാധ്യത കൂടുതലാണ് എന്നാണ് വാസ്തുശാസ്ത്ര പ്രകാരം പരാമർശിക്കുന്നത്. ശരിയായ ദിശയിൽ കറിവേപ്പ് നടുന്നത് വഴി നെഗറ്റീവായ എനർജിയെ ഇല്ലാതാക്കുന്നതിനും പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമായി തീരും. ലക്ഷ്മി ദേവിയുടെ കൃപയിൽ വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും വന്ന് ചേരുന്നതിന് അത് സഹായകരമായി തീരും. അതേസമയം ശരിയായ ദിശയിൽ നടുന്നതിനോടൊപ്പം കറിവേപ്പിലയുടെ സംരക്ഷണത്തിനായി ചില മുൻകരുതലുകൾ ഏവരും എടുക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. കാരണം കറിവേപ്പില ഉണങ്ങുകയോ നശിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് കുടുംബാംഗങ്ങളെ ബാധിക്കും എന്നാണ് പരാമർശിക്കുന്നത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വഴക്കിലോ സാമ്പത്തികപരമായ പ്രതിസന്ധിയിലേക്കോ മറ്റ് പ്രശ്നങ്ങളിലേക്കോ ആണ് ഇത് വിരൽ ചൂണ്ടുക എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കറിവേപ്പ് ആരോഗ്യത്തോടെ വളരുവാനും കീടബാധ വരാതിരിക്കുവാനും കൃത്യമായ പരിചരണവും നൽകേണ്ടതായിട്ടുണ്ട്. കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഭാഗം നീക്കം ചെയ്യേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ കറിവേപ്പ് വളർത്തുമ്പോൾ കറിവേപ്പിനോടൊപ്പം ഞാൻ ഈ പരാമർശിക്കുന്ന ഈ സസ്യം കൂടി വളർത്തുന്നത് ഏറ്റവും ഉത്തമമായാണ് കണക്കാക്കുന്നത്. കാരണം ആ വീടുകളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകും എന്നാണ് പറയുക. പ്രത്യേകിച്ചും വീടിന്റെ മുൻവശത്ത് ഒരിക്കലും കറിവേപ്പ് വളർത്തുവാൻ പാടുള്ളതല്ല. പ്രധാന വാതിൽ തുറക്കുമ്പോൾ കാണും വിധമാകരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കറിവേപ്പ് ഇപ്രകാരം വളർത്തുന്നത് അതീവ ദോഷകരമാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം. കറിവേപ്പിനോട് ചേർന്ന് ഇനി പറയുന്നവ വളർത്തരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഈ സസ്യങ്ങൾ വളർത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദോഷകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിന് കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരായി ഭവിക്കുന്നതിന് കാരണമായി തീരും. അതിൽ ആദ്യത്തേത് പുളിയാണ്. പുളി ഒരിക്കലും ഇപ്രകാരം കറിവേപ്പിനോട് ചേർന്ന് വളർത്തരുത്. പുളിമരവും കറിവേപ്പിലയും അടുത്തടുത്ത് വരരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇതാ വീടിന്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ കാര്യമായി അല്ലെങ്കിൽ സാരമായി ബാധിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചെയ്യുവാൻ പാടുള്ളതല്ല. മുള്ളുള്ളവ വീടുകളിൽ വളർത്തുകയാണ് എങ്കിൽ, പ്രത്യേകിച്ചും കറിവേപ്പിനോടൊപ്പം മുള്ളുള്ള ചെടികൾ വളർത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് കടബാധ്യതകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ നഷ്ടങ്ങൾക്ക് ദോഷകരമായി തീരും എന്നാണ് പറയുക. അതിനാൽ അതീവ ദോഷകരമായ ഈ കാര്യം ചെയ്യരുത്. മറ്റൊന്ന് മുരടിച്ചതായ ചെടികളാണ്. കറിവേപ്പിനോടൊപ്പം പാടില്ല എന്നാണ് പറയുക. അത് ആ വീട്ടിലെ അംഗങ്ങളുടെ ആയുസ്സിന് വരെ ദോഷം ചെയ്യും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റൊന്ന് തുളസിയാണ്. തുളസിയും കറിവേപ്പും ഒരുമിച്ച് നടുന്നത് ദോഷകരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. അത് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും എന്നാണ് പരാമർശിക്കുക. അതിനാൽ ആ കാര്യവും ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. ചില വീടുകളിൽ ധാരാളമായി കറിവേപ്പ് പൂക്കുന്നതാണ്. ഇപ്രകാരം സംഭവിക്കുമ്പോൾ പലർക്കും അത് സന്തോഷം നൽകുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ അത് ദോഷകരമാണ്, അതീവ ദോഷകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ കൊമ്പ് ഒടിച്ച് കറിവേപ്പ് എടുക്കുക എന്നതാണ്. അതായത് ആ കൊമ്പ് നിങ്ങൾ ഒടിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇപ്രകാരം നിൽക്കുന്നത് ആ വീടിന് ദോഷകരമായി തീരും. ചില ഇടങ്ങളിൽ അഥവാ ചില ദിക്കുകളിൽ കറിവേപ്പ് വളർത്തുന്നത് ദോഷകരമാണ്. അത് ആ വീടുകൾക്ക് വളരെ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും.
കറിവേപ്പ് ഒരിക്കലും വളർത്താൻ പാടില്ലാത്ത ദിശകളിൽ ഒന്നായി പരാമർശിക്കുന്നത് വടക്ക് കിഴക്ക് മൂലയാണ്. ഈ മൂലയെ ഈശാന മൂല എന്നും പറയും. ഈ ഭാഗത്ത് കറിവേപ്പ് വളർത്തുകയാണ് എങ്കിൽ ആ വീടുകളിൽ ഒന്നിനു പുറകെ ഒന്നായി ദുരിതങ്ങളും സങ്കടങ്ങളും വന്നു ചേരും. പലവിധ വിഷമങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടേയിരിക്കും എന്നതാണ് വാസ്തവം. കൂടാതെ ജീവിതത്തിൽ പല ദുരിതപൂർണമായ കാര്യങ്ങളും ഒഴിഞ്ഞു പോകില്ല, അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് വാസ്തവം. കിണറിനോട് ചേർന്നിട്ടാണ് വരുന്നത് എങ്കിൽ അത് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. നനവ് ലഭിക്കാനുള്ള സൗകര്യത്തിനു വേണ്ടി പലരും കിണറിനോട് ചേർന്ന് വളർത്തുന്നവരുണ്ട്. എന്നാൽ ഇത് പാടില്ല എന്ന് തന്നെ പരാമർശിക്കാം. ഇത് പ്രധാനമായും ആ വീട്ടിലെ സ്ത്രീജനങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകില്ല എന്നതാണ് വാസ്തവം. സന്ധ്യയ്ക്ക് ശേഷം, അതായത് വിളക്ക് തെളിയിച്ച് കഴിയുകയാണ് എങ്കിൽ അതിനുശേഷം ഒരിക്കലും കറിവേപ്പ് പറിക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ അതിനു മുൻപായി തന്നെ കറിവേപ്പ് പറിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഇപ്രകാരം ചെയ്യുന്നത് നാശം ജീവിതത്തിൽ വരുത്തും എന്നാണ് പറയുക. എത്ര ആവശ്യമെങ്കിലും ഇത് ചെയ്യാൻ പാടുള്ളതല്ല. അതേപോലെ കറിവേപ്പ് തണ്ടോടെ ഒടിച്ചു വേണം എടുക്കുവാൻ. ആ കാര്യത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകണം. അതായത് തണ്ട് സസ്യത്തിൽ വച്ച് ഇല മാത്രം എടുക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ ആ തണ്ട് തന്നെ പറിച്ച് എടുക്കുവാൻ പ്രത്യേകം ഓർക്കുക. ഇപ്രകാരം ചെയ്യുന്നില്ല എങ്കിൽ അത് ഗൃഹനാഥനാണ് ദോഷമായി ഭവിക്കുക. അത് ആയുസ്സിന് വരെ ദോഷം ചെയ്യും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. വൃക്ഷത്തിൽ നിർത്തി ഇല ഊരിയെടുക്കരുത് എന്നർത്ഥമാക്കാം. ഇതേപോലെ കറിവേപ്പ് പൂക്കുന്നത് നിമിത്ത ശാസ്ത്രപ്രകാരം ദോഷാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന്റെ ഭാഗമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇതിനാൽ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് കറിവേപ്പ് എത്തിക്കരുത് എന്ന കാര്യം ഓർക്കുക. പൂത്തിയിട്ടുണ്ട് എങ്കിൽ വീട്ടുകാരുടെ എല്ലാവരുടെയും പേരിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നത് ശുഭകരമാണ്. പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ശുഭകരമാണ്. പലരും വീടുകളിൽ കറിവേപ്പ് നിൽക്കുമ്പോൾ അത് ചോദിക്കുന്നതാകുന്നു. ഇപ്രകാരം ആരെങ്കിലും ചോദിക്കുമ്പോൾ കറിവേപ്പ് നിങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽ, അതായത് കറിവേപ്പിന്റെ തണ്ട് നൽകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടത് അവരിൽ നിന്നും മധുരം തിരികെ വാങ്ങുക എന്നതാണ്. അല്ലെങ്കിൽ 1 രൂപ നാണയമെങ്കിലും അവരിൽ നിന്നും വാങ്ങണം. അല്ലാതെ നൽകുന്നത് ദോഷകരമായി ഭവിക്കും. അതല്ലാതെ ദാനമായി നൽകരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വേറൊരു കാര്യം, കറിവേപ്പിന്റെ തൈ നട്ടു വളർത്തുമ്പോൾ, അതായത് പുതിയ തൈ നടുന്നത് അയൽവക്കക്കാരോ സുഹൃത്തുക്കളോ ആയിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ഒരിക്കലും കുടുംബത്തിൽ നിന്നുള്ള ഒരു അംഗമാകാതിരിക്കുവാൻ, അതായത് കറിവേപ്പ് നടുന്നത് കുടുംബത്തിലെ അംഗമാകുവാൻ പാടുള്ളതല്ല. നടുകയാണ് എങ്കിൽ ആ അംഗത്തിന് പല കാരണങ്ങൾ കൊണ്ടും വീടുകളിൽ നിന്നും ആ വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും എന്നാണ് പരാമർശിക്കുക. ഈ കാര്യങ്ങൾ പണ്ട് മുതൽ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ വീടിന് കൂടുതൽ ഐശ്വര്യവും നൽകും എന്ന് തന്നെ പരാമർശിക്കാം.